ത്തിന്റെ അകത്ത് നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു. 12ാമത്തെ വാക്യത്തിലായിരുന്നു നമ്മൾ നിന്നത്. We were in 14:12. അവിടെ ഇങ്ങനെയാണ് അവിടെ വചനത്തിൽ പറഞ്ഞ് നിങ്ങൾക്കുള്ള വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് കൊരിന്തിയോസ് ചാപ്റ്റർ 14 വേഴ്സ് 12 ആണ്. ഫസ്റ്റ് കൊരിന്തിയർ ചാപ്റ്റർ 1. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഗസ്റ്റ് ചാപ്റ്റർ. കാര്യം നമ്മുടെ കൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ മലയാളം അറിയാത്ത ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ആൾക്കാരും കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിൽ പോവാം. Yes. Even so you, for as much as you are zealous of spiritual gifts, seek that you may excel to the edifying of the church. സിസ്റ്റർ, ഈ വാക്കിന് ഒന്ന് വ്യാഖ്യാനം പറയാം. സെലസ് ഓഫ് സ്പിരിച്വൽ എന്നുള്ളത്, സെലസ് എന്നുള്ള വാക്കിന്റെ മലയാളത്തിലേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ. 12 ആ വാക്യം തന്നെ നെക്സ്റ്റ് വായിച്ചത്. 12 അകത്ത് ആ വാക്യമുണ്ട്. As you are zealous of spiritual gift എന്നുള്ള സെലസ് എന്നുള്ള വാക്യം. You are eager. വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്നതാണ്. നമുക്ക് വലിയൊരു തീഷ്ണതയോടെ അല്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു തീഷ്ണതയോടെ നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അവിടെ കൊടുത്തേക്കുന്ന വാക്ക് വൺ ബേണിംഗ് വിത്ത് സീൽ, ആഗ്രഹത്തോടെ നിങ്ങൾ അതിനെ ജ്വലിപ്പിക്കാന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. ബേണിംഗ് വിത്ത് സീൽ എന്ന് കൊടുത്തേക്കുന്നത്. സെലസ്. അപ്പം ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത താഴത്തെ ഒരു വാക്യത്തിൽ പറയുന്നതാണ്, നിങ്ങൾ കൃപാവരങ്ങളിൽ വർധനവിനായി സഫലന്മാരാകുക. സിസ്റ്റർ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാവോ അവിടുത്തെ? എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഹെഡ്സെറ്റിന് എനിക്ക് അറിയത്തില്ല. ഓക്കെ സിസ്റ്റർ, ആ വാക്യം നിങ്ങൾ സഭയിൽ നിങ്ങൾ ആത്മീയ വരങ്ങളെ പറ്റി നിങ്ങൾ ജ്വലിപ്പിക്കുന്നവരും സഭയിൽ ആത്മീക വർധനവിനായി സഫലന്മാരാകുക എന്നൊരു വാക്കുണ്ട്. You may excel to the edifying of the church. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? കൃപാവരങ്ങളിൽ നിങ്ങൾ നിറഞ്ഞവരായി തീരണം അല്ലേ? You should be filled with the spiritual gifts. The furnish of one richly എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അതിനെ തന്നെ അതിനെ നന്നായി നല്ല രീതിയിൽ സമൃദ്ധിയോടെ അതിനെ യൂസ് ചെയ്യുന്ന ഒരാഴ്ചയാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. You must use the spiritual gifts richly. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്നത്തെ അന്യഭാഷ പ്രാർത്ഥന നിങ്ങളിലൂടെ പ്രവചന വരത്തെ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു അല്ലേ? Today Holy Spirit taught you how to use the spiritual gift. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഓരോ ഘട്ടമായി അവരോട് പഠിപ്പിക്കാൻ പറഞ്ഞു. Holy Spirit spoke to me to teach you in phases. കാരണം ചിലപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണ് നിർബന്ധമില്ല. Maybe you are not seeing everything from the Holy Spirit. അപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ ഒരു പ്രൊഫറ്റിന്റെ ആവശ്യമുണ്ട്. So you need a prophet to guide you. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇന്ന രീതിയിൽ നിങ്ങളോട് ആ പ്രവചന വരത്തെ ഉപയോഗിക്കുവാൻ പറഞ്ഞു. So Holy Spirit told me to teach you to use the giftings in particular ways. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന്. So you were able to use the gift of. എന്തിനാണത് നൽകിയിരിക്കുന്നത്? Why it is given? സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി. അതാ പൗലോസ് പറഞ്ഞേക്കുന്നത്. It is for the use of the church. The edifying of the church എന്ന് പറയുന്നത് edifying of the church സഭയുടെ വർധനവിന് വേണ്ടിയാണ്. It is given for the edifying of the church. അതിന്റെ അർത്ഥം നിങ്ങൾ പുറത്തു പോയിട്ട് ഒരു തകർന്ന വ്യക്തിയോട്, ഇപ്പം ഇന്ന് സൗരി പറഞ്ഞതുപോലെ രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെട്ട് ആ മെഡിക്കൽ കണ്ടീഷൻ വെളിപ്പെടുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ രണ്ട് വ്യക്തികൾ പരസ്പരം അറിയാത്തവർക്ക് അത് വെളിപ്പെടുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാ വ്യക്തിയെ ഹീൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. When somebody is sick and when unknown person is getting her name and the sickness name, that means that Holy Spirit to heal that lady. ഞാൻ പറഞ്ഞു അന്യഭാഷ വരമില്ലാത്തവർക്കും പ്രവചന വരം ലഭിക്കും. Those who doesn't have the spirit prophecy gift of tongues also will get the prophecy. അപ്പൊ എന്താണ് അന്യഭാഷ? അടുത്ത 13ാമത്തെ വാക്യത്തിൽ വായിച്ച 14 അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിലോ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. 13ാമത്തെ വാക്യം, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കണം. Wherefore let him that speaketh in unknown tongue pray that he may interpret. എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? What is
What do you mean by interpretation? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന അന്യഭാഷ എന്നുള്ളത് അത് മറ്റൊരാൾക്ക് അന്യഭാഷയല്ല, അത് അവന്റെ സ്വന്തം ഭാഷയാണ്. The unknown tongue that you might speak on for another person, that is his own tongue. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാവുന്ന നമ്മളോട് എടുത്തു വന്നിട്ട് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു വ്യക്തി സംസാരിച്ചാൽ രണ്ടുപേർക്കും ഒന്നും മനസ്സിലാകത്തില്ല. To a Malayali, some other English person will come and speak. Both will not know each other, English or Malayalam. അവിടെ ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമുണ്ട്. There needs to be a translator. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, നിങ്ങൾ പറയുന്ന അന്യഭാഷ വ്യാഖ്യാനിക്കുവാൻ കഴിയും. So this one who speaks in tongues can translate it. നോക്കിക്കേ, അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കണം. So the one who speak in tongues should pray for interpretation. അപ്പൊ നമ്മൾ translation. അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് പ്രവചനവരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. When you speak in tongues, you are getting the prophecy inside of you. That is a translation. അല്ലാതെയും അത് വ്യാഖ്യാനിക്കാൻ കഴിയും. Even otherwise, you can translate it. അടുത്ത വാക്യത്തിൽ പറയുന്ന, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. When you speak in tongues, the spirit prayeth. നിങ്ങളുടെ ബുദ്ധിയോ അബലമായി പോകുന്നു. Your understanding is unfruitful. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കവർ ചെയ്യുന്നതാണ് സ്പിരിറ്റിലുള്ള പ്രാർത്ഥന. The spiritual prayer covers your understanding. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം, നിങ്ങളിപ്പം പല വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുവാന്ന് വിചാരിച്ചു. Suppose you are burdened in so many things. നിങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് അറിയത്തില്ല. You don't know what is the solution for your എന്ത് problem. ചെയ്യണമെന്ന് അറിയത്തില്ല. You don't know what to do in that situation. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പം You are praying in tongues. എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ ബുദ്ധി അഫലമാകുകയാണ്. When you pray in tongues, your understanding is unfruitful. അതിന്റെ അർത്ഥം മറ്റൊരു ജ്ഞാനത്തിലേക്ക് നിങ്ങൾ കയറി പോകുന്നു. So you are climbing up to another level of understanding. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടുകയാണ്. You are reaching a solution in another language. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, കർത്താവ് എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ അവിടെ റിവീൽ ആകുകയാണ്. So God's plan for me is revealed here. അതുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ അന്യഭാഷയിൽ, അതായത് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. 1 Corinthians 14:15 says, I will pray with the spirit and I will pray with the understanding also. നോക്കിക്കേ, നമ്മൾ അന്യഭാഷയിലും പ്രാർത്ഥിക്കും, നമ്മൾ ബുദ്ധിയിലും പ്രാർത്ഥിക്കും. I will pray in tongues and I will pray in understanding. ഇവിടെ ബുദ്ധിയിലെ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത്, The praying in with understanding means, ഞാൻ എപ്പോഴും പറയണം, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിറ്റുപോകുന്ന വിഷയവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയവും അതെല്ലാം അന്യഭാഷ. കർത്താവ്, എന്റെ കുഞ്ഞിന്റെ വിഷയം മാറണം, എന്റെ കുടുംബത്തിലെ വിഷയം മാറണം, എന്റെ ജോലിയുടെ തടസ്സം മാറണം. അന്യഭാഷ പറയുമ്പോൾ ഇത് പറയരുത്. when you speak in tongues, don't speak up your problems. കാരണം പലരും ചിന്തിച്ചിരിക്കുന്നത് ഈ ബുദ്ധിയിലെ പ്രാർത്ഥന, ഇതിനർത്ഥം പൗലോസ്ലീഹ പറഞ്ഞു, ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്റെ വിഷയം ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. When I pray in understanding means, with my understanding means, I am telling my problem to God. എന്റെ ചോദ്യം ഇതാണ്, യേശുവിന് നിങ്ങളുടെ വിഷയങ്ങൾ അറിയത്തില്ലേ? My question is, doesn't Jesus know your problems? അറിയാം. കർത്താവിന് നിങ്ങളുടെ വിഷയങ്ങളെ നല്ലപോലെ അറിയാഞ്ഞിട്ടും പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ വിഷയങ്ങൾ പിന്നെയും പറയുന്നത്? If Jesus knows all of your problems, why should you repeat the problems to him? അതുകൊണ്ടായിരിക്കും പൗലോസ്ലീഹ പറഞ്ഞത്, ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ്. That could be the reason Paul said, I pray with my understanding. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഞാൻ കർത്താവിൽ എന്താണെന്നുള്ളതും ദൈവം ആരാന്നുള്ളതും ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് എന്നെ പറ്റി എഴുതിയിരിക്കുന്നുള്ളതും മനസ്സിലാക്കി അതിന്റെ അകത്തു നിന്നുള്ള പ്രാർത്ഥനയാണ് ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Here Paul means he prays with his understanding who God is, understanding who he is in God, understanding the problem of that he faces. ഓക്കെ, അപ്പൊ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ റിലീസ് ചെയ്യുകയാണ്. You are releasing your understanding when you pray. നിങ്ങൾ ആരാന്നുള്ള, ക്രിസ്തുവിൽ ആരാന്നുള്ളതിനെ റിവീൽ ആകുകയാണ്.
You are revealing who you are in Christ. നമ്മൾ സ്പിരിച്വൽ റലത്തിൽ അവിടെ മൂവ് ചെയ്യുകയാണ്. We are moving in the spiritual realm. ഇപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുകയാണ് ബ്രദറെ, എന്റെ ജീവിതത്തിൽ ഒരു വഴിയും കാണുന്നില്ല, ആരൊക്കെയോ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുകയാണ്, എല്ലാ ഡോറുകളും ബ്ലോക്കായി നിൽക്കുക. Suppose you're feeling that everything is blocked in your life, somebody has done any witchcraft against you and you can't move forward. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. How much ever you pray, the problem is not being moved. ഒരു ചേഞ്ചസും വരുന്നില്ല അവിടെ. There are no changes happening, no advancement happening. ഞാൻ പറയും, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് സാധാരണ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാണ്. That is because you are praying in understanding. കാര്യം നിങ്ങൾ വിഷയങ്ങൾ മാറാനും വഴി തുറക്കാനുമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. So you are praying to remove the problems from your front. എവിടേക്കോ നമുക്കൊരു ഡോറ് ബ്ലോക്ക് ആയെന്നൊരു തോന്നലോ ചിന്തയോ വന്നാൽ, if you feel that there is a block in your path forward, നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. You should pray from your understanding. എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ്? വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരം. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. The scripture says in Luke 10:19, I have the authority to trample upon serpent and scorpion, nothing of that sort will affect me. പക്ഷെ കൺമുമ്പിൽ മുഴുവൻ വിഷയങ്ങളായിരിക്കാം. But in front of you, you see all the problems. നിങ്ങൾ അതിനെ നോക്കിയാൽ പിശാചി വിജയിക്കുകയാണ്. If you see the problems, if you focus on the problem, the devil നിങ്ങൾ wins. ദൈവവചനത്തിലേക്ക് നോക്കിയാൽ, If you see the scripture, യെശയ്യാവ് പറയുന്നു, വചനം അതിനെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരത്തില്ല. in the book of Isaiah, it says, the word will do its work before it returns. നിങ്ങൾ ആ വചനത്തെ അയക്കുകയാണ്. You send forth your word. എന്നിട്ട് നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ, Then you speak in tongues. പൗലോസ് പറഞ്ഞ വാക്കുമാർക്കല്ല, ഐ വിൽ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ്, ഐ വിൽ പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. Paul says he will pray in tongues and pray with understanding also. അതായത് ഞാൻ വചനം പറഞ്ഞും പ്രാർത്ഥിക്കും, ഞാൻ അന്യഭാഷയിലും പ്രാർത്ഥിക്കും. I will pray in speaking the scripture and also I will pray in tongues. പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. The devil will not be able to touch you. പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവന് ശക്തി ലഭിക്കുന്നത്, അറിയാവോ? When we focus on our problem, he gets strengthened. നിങ്ങൾ വചനത്തിൽ ഡിപ്പെൻഡ് ചെയ്താൽ പിന്നെ അവന് നിന്നെ തൊടാൻ കഴിയത്തില്ല. When you depend on the word of God, he cannot touch you. കാര്യം വചനത്തിൽ ഡിപ്പെൻഡ് ചെയ്താൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. When you depend on the word, you are depending on God. അടുത്ത വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മൾ നോക്കിക്കുക വാക്യം കൊണ്ടോ, അല്ല നീ ആത്മാവ് കൊണ്ട്, നോക്കിയ വാക്കുണ്ടോ, ആത്മാവ് കൊണ്ട് സ്വോത്രം ചൊല്ലിയാൽ ആത്മീക വരവില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്വോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? How shall he occupy the room of the unlearned, say amen at thy giving of thanks? ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്ത കുഴപ്പമില്ല സിസ്റ്റർ. ഞങ്ങളുടെ നാട്ടിലൊരു പെട്ടെന്ന് വിശ്വാസത്തിൽ വന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ എവിടെ പോയാലും സ്വോത്രം പറയുമായിരുന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അറിയാവുന്ന ഒരു ബ്രദർ അവിടെ ഉണ്ടല്ലോ, ആ പുള്ളി എല്ലാവർക്കും ഇപ്പോൾ ഒരു കോമഡി കഥാപാത്രമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇദ്ദേഹം ഇങ്ങനെ കടയിൽ ചെല്ലുമ്പം പലചരക്കടക്കാരൻ വിശ്വാസിയൊന്നുമില്ല, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ. പഞ്ചസാര കയ്യിലോട്ട് മേടിക്കുമ്പം ബാക്കി പൈസ കൊടുക്കുമ്പോഴേക്കും സ്വോത്രം എന്ന് പറയും. ഉടനെ കവലിരിക്കുന്ന ആൾക്കാർ, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്ത് കടയുടെ പുറത്ത് കുറേ ആൾക്കാരിരിക്കും. അപ്പോൾ ഇവരെല്ലാം ചിരിക്കും. അപ്പോൾ ഈ പുള്ളിക്ക് അതൊരു ഭയങ്കര ക്രെഡിറ്റ് പോലെ, കാര്യം ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നേറ്റു. അപ്പോൾ കടക്കാരനും ചിരിക്കും, നാട്ടുകാരും ചിരിക്കും. കാര്യം എന്തുവാ? അവർക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൊണ്ടോ, നീ ആത്മാവ് കൊണ്ട് സ്വോത്രം ചൊല്ലിയാൽ ആത്മീക വരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്വോത്രം എങ്ങനെ അവൻ ആമേൻ പറയും? ഇതെന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പിരിച്വലി പറഞ്ഞ ആത്മീയനും ജഡികളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, the spiritual man and the common man, the difference is, അടുത്ത വാക്യം പറഞ്ഞു, നീ നന്നായി സ്വോത്രം ചൊല്ലുന്ന സത്യം മറ്റവന് ആത്മീക വർധനവ് വരുത്തുന്നില്ല താനും. if you praising God with your spirit
But how can someone without the gift say amen? അപ്പൊ നമ്മൾ ആത്മീയമായിട്ട് എന്ത് ചെയ്താലും മറ്റൊരു വ്യക്തിക്ക് സ്പിരിച്വൽ എഡിഫിക്കേഷൻ അഥവാ അവനെ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയണം. Whatever you do in the spirit, you should be able to build another man spiritually. നിങ്ങളുടെ ഒരു സ്വോത്രത്തിന്റെ അകത്ത് പോലും അഭിഷേകം വ്യാപരിക്കും. Even in a praise word, you should be spreading the anointing. നിങ്ങളുടെ വാക്കുകളിൽ പോലും അഭിഷേകം വ്യാപരിക്കും. In your words, there should be anointing. നിങ്ങളെ ഒരു വ്യക്തി കാണുമ്പോഴും സംസാരിക്കുമ്പോൾ പോലും ആ വ്യക്തിക്ക് ആത്മീക വർധനവുണ്ടാവും. When someone sees you, he should be edified spiritually. പൗലോസ് ലീഗ സീക്രട്ട് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ആത്മീയ വർധനവിന്റെ സീക്രട്ട്? Paul is going to reveal his secret. 18ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങൾ എല്ലാവരെക്കാൾ അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കണ്ടോ, ഇതാണ് സീക്രട്ട്. 14:18 say, I speak in tongues more than all of you. കണ്ടോ, That is the ഞാൻ secret. എല്ലാവരെക്കാൾ ഞാൻ അന്യഭാഷ പറയുന്നത് കൊണ്ട് എന്റെ അടുക്കൽ ആര് വന്നാലും അവൻ ദൈവത്താൽ സ്പർശനമുണ്ടാകും. I speak in tongues more than any of you, all of you. So whoever comes to me will be edified. ആമേൻ. അടുത്ത വാക്യമുണ്ട്, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. But in the church, more than 10,000 words, I can speak 5 words with my mind to instruct others. അതിന്റെ അർത്ഥം പൗലോസ് പറഞ്ഞ അന്യഭാഷ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരിക്കരുത്, പകരം നിങ്ങൾ പ്രവചിക്കണം. That means that not always speak in tongues, but ഇന്നത്തെ അന്യഭാഷ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ അത്ര നേരം അന്യഭാഷ പറഞ്ഞു, നിങ്ങൾക്കത് പ്രവചിക്കുവാൻ കർത്താവ് കൃപ തന്നു. You spoke in tongues the whole day and God gave you grace to prophesy. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ വിഷയങ്ങളെ ലൊക്കേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. The Holy Spirit helped you to locate their problems. അവരുടെ വിഷയങ്ങളെ അവരുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കർത്താവിൽ ഇടയായി തീർന്നു. God helped you to reveal their problems. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു 22ാമത്തെ വാക്യം, അതുകൊണ്ട് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കല്ല അവിശ്വാസിക്കത്രേ. So the verse 22 say, tongues are a sign not for the believers but for unbelievers. അപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞു, നമുക്കറിയാം ആദ്യം തന്നെ പറഞ്ഞു അന്യഭാഷ മറ്റുള്ളവർ മുമ്പിൽ പോയി പറയരുതെന്ന് പൗലോസ് ലീഗ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ജാതികൾക്ക് ഇതൊരു അടയാളമാകുന്നത്? Elsewhere Paul says don't speak in tongues in front of others. Now how the tongues become a sign for the unbelievers? ഇതിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ അന്യഭാഷ മറ്റു വ്യക്തികളുടെ അവരുടെ ഓൺ ലാംഗ്വേജുകളായി മാറാൻ വേണ്ടി പോവാ. That means that the Holy Spirit is speaking to me that your tongues is going to be somebody else's original tongue. ഒന്ന് രണ്ട് മിനിറ്റ് ആമേൻ പറഞ്ഞ അന്യഭാഷ പറഞ്ഞു. ചിലരുടെ ഭാഷകൾ ഇന്ന് മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പറയാത്ത ഭാഷകൾ പല ലാംഗ്വേജുകൾ നിങ്ങളുടെ നാവിൽ വരാൻ വേണ്ടി പോവാ. ശബന റാസറ്റ് ദികമന ഫറഗ മൾട്ടി ലാംഗ്വേജസ്. Many other people are going to understand their own languages. മൾട്ടി ലാംഗ്വേജുകൾ വരാൻ വേണ്ടി പോവാ. Yes, multi languages are going to be മൾട്ടി ലാംഗ്വേജുകൾ അഭിഷേകം. ദൈവം സംസാരിക്കാൻ വേണ്ടി പോകുക, അന്യഭാഷയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോവുക. ഓ റബഖാനെ ഫെരതേരെ ലസതേബ റബ ശമന കടദരിക മനസ്ഫാര കടദരിക മനസ്ഫഖാര ബൽകറ സ്വെറ്ററ ഗലിമിനിയ. ഓ ഫറബ ഫാറാ ബബറാ സീമന ഫാറാസി നിഷല ബീരിയ സാറ്റ ചബന കടദരിക മനസ്സെറ്ററ ലസിറ്റല ദറിക മനസാത. ഓ യേശുവേ, ഓ യേശുവേ. ട്രാൻസ്ലേറ്റ് ചെയ്യണേ. ജൂലൈ 17-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കുക. July 17th born person is being focused. അത് ആരുടെ കുടുംബത്തിലാണോ ജൂലൈ 17-മായി ബന്ധപ്പെട്ട വ്യക്തിയുള്ളത്, ഇന്ന് ആ വ്യക്തിയുടെ മേൽ Whoever has a person who born on July 17th, ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ വേണ്ടി പോവാ. God is going to do a great work in that family. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോവാ. Holy Spirit is going to do a great ഇന്ന് ആരുടെ ഭവനത്തിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്, whoever has that July 17th person, ഇന്ന് ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണം. say amen and receive it. പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ?
അതെ അതെ ബ്രദറെ, ഞാനാ ജൂലൈ 17 ഉണ്ടായത്. ജൂലൈ 17 സിസ്റ്റർ ആണ്. സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യണേ, മറ്റുള്ളവരുള്ളതുകൊണ്ട്. Yeah, this sister is born on July 17th. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് സിസ്റ്റർ മാത്രം, ബാക്കിയല്ല, ഈ സിസ്റ്ററുടെ വേണ്ടി മാത്രം എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയാൻ വേണ്ടി പറയണം. ജൂലൈ 17 ജനിച്ച ആളോട് കർത്താവ് പറയാൻ പറയുന്നു. The one God is telling me to tell the July 17th born ഒരു person. എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ്ങിനാൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാ. ആമേൻ ആമേൻ God is going to fill you with an ആമേൻ extraordinary anointing. ആമേൻ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ ദൈവം കാണിക്കാൻ വേണ്ടി പോവാ. ആമേൻ 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 Holy Spirit is going to show you great and mighty things. എന്റെ ഉള്ളത്തിൽ ഒരു ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരുക. ആമേൻ God is asking me to pray for a baby in that house. ഇന്ന് ആ ദൈവ ആ ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി നിങ്ങളെ ദൈവം ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോവാ. ആമേൻ To the baby's house, God is going to make you a blessing. ഇന്ന് ആ പേര് കുറിച്ചിട്ടുണ്ട് സിസ്റ്ററെ, ആ പേര് നോട്ട് ചെയ്തോണേ. ഉവ്വ Write down the name, sister. ഇപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം, ഇല്ലെങ്കിൽ ആ പേര് എഴുതി വെച്ചോണേ. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതോ എന്റെ Is there എന്റെ any അച്ചായന്റെ പെങ്ങളുടെ മകൻ ബേബിയാ. അച്ചായന്റെ പെങ്ങടെ മോനാണ്? ഉവ്വ His cousin is baby. I mean, her cousin is baby. ഇന്ന് ആ കുടുംബത്തിലേക്ക് നിങ്ങളൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാ. ആമേൻ God is making this lady a witness to that baby's house. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. ആമേൻ God is preparing her for a big testimony for that house. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് ഇന്ന് അന്യഭാഷായ വരത്തിന്റെ അകത്ത് കൃപാവരങ്ങൾ ജ്വലിച്ച് ആ പ്രവചനവരം ആക്റ്റീവായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താണോ കർത്താവ് തന്നത് ആ എഴുതി വെച്ചേക്കുന്നത് മുഴുവൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, കമന്റ് ബോക്സിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ നമ്പറുകൾ, പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. റാത്ത് മക്കീസൻ റൂക്കെ മസീക്കൻ എല്ലാവരും പ്രാർത്ഥിച്ച്. ഓ ബറക്കില മനസിയാണ്ടി മ്യൂട്ട് മാറ്റണ്ട. ഓ ബനഖറ മനിയ ലസിന ബറ ഷാതെ മഖറല നസിന ബന ഹദന മനഹസ മനഹുദ ദിരിമല ഹസ പരിശുദ്ധാത്മാവേ റിക മാനസിത ലാഫറാബ സിനാ തിനാ 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 സിനാ 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 ഫറ. എൻ്റെ ഉള്ളത്തിൽ മാനസി എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. മാനസി. A name called Manasi is being revealed to me. ആ മാനസിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, മാനസി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരുക. Whoever is related to Manasi, quickly pray. ബ്രദറെ, എനിക്കറിയാവുന്ന കൊച്ചാ. ഇന്ന് എന്റെ ഉള്ളത്തിൽ സിസ്റ്ററെ പറയുവാണ്, അവളെ ഒരു ഭ്രാന്തിയാക്കി അവളുടെ ജീവിതത്തെ കളയാൻ നോക്കുന്ന പിശാചിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് തകർക്കാൻ പോവാ. God is destroying the work of devil which wants to make her mad. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ? Pray കേൾക്കുന്നു. for Manasi. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. Holy Spirit, great work is going to be revealed in Manasi's life. താങ്ക് യു ഹോളീസ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി പോവാ. Holy Spirit is going to speak. ട്രാൻസ്ലേറ്റ് ചെയ്ത സിസ്റ്റർ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണ കാര്യം മറ്റാൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാം സെക്കൻഡ് അല്ലെ സിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. യേശുവേ നന്ദി. എന്റെ ഉള്ളത്തിൽ ജിബി എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക. ജിബി. God is revealing a Jibi. ജിബിയുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ജിബിയുടെ ഭവനം ഏതാ? Whoever is related to Jibi, the household of Jibi. ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം തരുക. God is asking me to pray for Jibi. ലോർഡ് ജീസസ്. ജിബി എന്റെ നാത്തുന്റെ മോള ആളല്ലേ? അതെ. ഇന്ന് ആ കുടുംബത്തിൽ Daughter of sister-in-law of that lady. ഇന്ന് കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുന്ന ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയോഗം തരുക. God is asking me to pray for Jibi. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പദ്ധതി നിങ്ങളിലൂടെ കർത്താവിൽ ആ കുടുംബത്തെ കാണിക്കാൻ വേണ്ടി പോകട്ടോ. നിങ്ങളിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാ. Holy Spirit is going to demonstrate certain things through this lady. ഇന്ന് ആ കുടുംബത്തിന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില മുറിവുകൾ ഏറ്റിട്ടുണ്ട്. There are some hurts, wounds that Jibi's house has had. ഇന്ന് കർത്താവ് നിങ്ങളെ ആ ഭവനത്തിൽ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാ. God is going to make you a testimony to Jibi's house. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാ. God is going to, Holy Spirit is revealing His great work in that place. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Brother, my sister also Jibi.
But her official name is Anal. We call her GB. ജനുവരി മാസമായിട്ട് കണക്ഷൻ ഉണ്ടോ സിസ്റ്റർ? ജനുവരി മാസമായിട്ട് കണക്ഷൻ ഉണ്ടോ? അറിയാവോ? January 4th is her birthday. ജിബിയുടെ ബർത്ത്ഡേ ജനുവരിയാ. So the GB is born in January. ജനുവരിയിലാണ് സിസ്റ്റർ ജനിച്ചേക്കുന്നത്. January 4th. So the GB is born in January 4th. ലോർഡ് ജീസസ്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ചില മുറിവുകളെ ദൈവം, ശരീരത്തിന്റെ മുറിവല്ല, മാനസിക മുറിവുകളെ സൗഖ്യമാക്കാൻ വേണ്ടി പോവാം. God is healing some internal wounds. നിങ്ങളിലൂടെ കർത്താവിന്റെ വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. God is going to do great works through you to GB. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ താഴെ നിങ്ങൾക്ക് അവർക്ക് ലഭിച്ച പ്രവചനത്തിൽ ദൈവം തുറന്ന കാര്യങ്ങളെ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ അത് പെറുക്കിയെടുക്കുക. അവരോട് ബാക്കി കാര്യങ്ങളെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബാക്കി അടുത്ത ലെവലിലോട്ട് കയറുവാൻ ആഗ്രഹമുള്ളവർ ഇന്നും ആ പ്രവചന വരത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. God will take us further to prophecy. Write down your prophecies that God gave you in the chat box. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവോട് പറയുന്ന മേഴ്സി എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ വെളിപ്പെടുത്തുക. God is revealing the name Mercy. അവിടുത്തെ ഒരു തലമുറയുടെ പേര് എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നത്. They have a child whose name starts with A. ഇന്ന് ഏത് ഭവനത്തിലാണോ ഈ മേഴ്സിയും എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന തലമുറയുള്ളത്, whichever house has Mercy and a child starting with A, ഇന്ന് ഈ രണ്ടു പേരെയും കർത്താവ് തൊടാൻ വേണ്ടി പോവാം. God is going to touch both of them. ഇന്ന് ഏത് വ്യക്തിയുമായിട്ടാണോ അത് ബന്ധപ്പെട്ടത്, Whoever is related to Mercy and A. പറഞ്ഞു. ബ്രദർ, എന്റെ സഹോദരി മേഴ്സി, അവളുടെ മൂത്ത കുട്ടി അനു. This lady's sister is Mercy and her child is Anu. അനൂപ്. ഇന്ന് സിസ്റ്റർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. മരണശക്തി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പോവാം. Pray for that house. Spirit of death is leaving that house. ഓ യേശുവേ നന്ദി കർത്താവ്. ഏറ്റെടുത്ത കേട്ടോ കർത്താവ് നിങ്ങളെ അവിടെ ദേശത്തിന്റെ മേൽ ആക്കി വെച്ചിരിക്കുക. God has placed you over there. ആമേൻ പറഞ്ഞിട്ടെടുത്തു സിസ്റ്ററെ. Say amen and receive it. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. റീലാക്കാറ സീന ബാറ സൂഷ ലാക്ക ബാറ. നിങ്ങളുടെ അന്യഭാഷകൾ ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റാൻ വേണ്ടി പോവാ. റീമ ഖാറ സൂക്കലാസിയാന്തിരി. God is going to change your tongues into translations. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് കാണിക്കാൻ വേണ്ടി പോവാ. Holy Spirit is going to reveal His great things. രണ്ട് പേരുകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. Two names God is revealing to me. ഒന്ന് ഓമന, അതേ ഭവനത്തിൽ തന്നെ തങ്കച്ചൻ എന്നൊരു പേര് എന്നെ കർത്താവ് കാണിക്കുക. Omana and Thangachan in the same house. ഒരു കുടുംബത്തിൽ തന്നെ ഓമനയെന്നും തങ്കച്ചൻ എന്നുള്ള ഒരു പേരും കൂടെ റിവീൽ ചെയ്യുക. The same house, Omana and Thangachan. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് പറയുന്നു, ഇന്ന് നാശം വിതച്ചതിന്റെ അകത്തുനിന്നും കർത്താവ് ദൂതന്മാരെ അയച്ച് സമാധാനം അയക്കാൻ വേണ്ടി പോവാ. God is going to send angels with peace in a place of devastation. അതാരുടെ ഭവനമാണോ? പറഞ്ഞു. എന്റെ അപ്പായുടെ അനിയന്റെ പേര് തങ്കച്ചെന്നും പെങ്ങടെ പേര് ഓമനയെന്നും. പക്ഷെ ഓമന മരിച്ചു പോയതാ. ഓമന മരിച്ചു പോയതാ? ആണോ? ഭർത്താവിന്റെ പേര് തങ്കച്ചനാണ്. മരിച്ചു പോയതാ? പക്ഷേ എന്റെ ഫാദറിന്റെ അനിയന്റെ പേര് തങ്കച്ചനെന്നും ഭാര്യയുടെ പേര് ഓമനയെന്നുമാണ്. ആ, ജീവനോടെ ഇരിക്കുന്നതാണ് അവര്? ആ, രണ്ടുപേരും ജീവനോടെ ഉണ്ട്. ജീവനോടെ ഉള്ളതാ? ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത് ജീവനോടെ ഉള്ള ആ കുടുംബം മാത്രം, ആ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. Everybody mute the mic. Only the living Thangachan. അത് പേരുകളാണ്. It is the names. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന്റെ അകത്ത് നാശം വിതച്ചതിനെ കർത്താവ് ഇന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാം. God is going to bring them to peace from devastation. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണേ. Take it for the family.
പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. God is going to do great things in their lives. സാൻഡ്ര സിസ്റ്ററെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. എല്ലാരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. ഈ കൈത്തണ്ടിന്റെ അവിടെ വേദനയുള്ള ആരൊക്കെയാ? കൈയുടെ ഒരം മുതൽ കൈയുടെ അറ്റം വരെ ആ ഭാഗങ്ങളിൽ വേദനയുള്ളവരും, ഫുള്ള് വേദനയുള്ളവരും, അല്ലാതെ ചെറിയ ഭാഗങ്ങൾ, ആ സൈഡ് മൊത്തം വേദനയുള്ളവര് ആരെങ്കിലും ഉണ്ടോ? Is there somebody who has pain in the entire hand? കമ്പ്യൂട്ടറിലൊന്നും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അന്ന് കൈയെടുത്ത് വെച്ച് കൈ വെച്ച് Lay hands. ബ്രദറെ, എന്റെ കൈയുടെ തന്നിന് ചെറിയൊരു മുഴ വരുന്നുണ്ട്. കൈ എടുത്ത് വെച്ച സിസ്റ്ററെ. കൈ വെച്ചു. കൈ വെച്ചു. ഇന്ന് ഭയങ്കരമായ ഒരു ഹീലിംഗ് അനോയിന്റിങ് മൂവ് ചെയ്യാൻ വേണ്ടി പോവാ. There is a healing anointing moving here. In the name of Jesus. കൈ എടുത്ത് വെച്ച കൈ മാറ്റരുതേ. Lay hands on the sick place. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ഇപ്പൊ തന്നെ യേശുവിനകത്ത് റിലീസ് ചെയ്യുക. Instant creative miracle is being healed. In the Release now. name of Jesus, right now. In the name of Jesus, right now. Rasetamana siyantidigamana. Right now, it's getting കൈയോടെ healed. വെച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗശക്തിയെ ബന്ധിക്കുന്നു. ആ രോഗത്തിന്റെ എല്ലാ ദുരാത്മാവിനെയും ബന്ധിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് പവർ ഇസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കരത്തിലേക്ക് ഒരു തീ കത്തുക. ആ കൈ എവിടെ നിന്ന് മാറ്റരുതേ. കൈ യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ കരത്തിലൂടെ അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ പവർ ഓഫ് ദ ഹീലിംഗ് ഇസ് മൂവിങ് ഇൻ യുവർ ബോഡി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് അനോയിന്റിംഗ് ഇസ് മൂവിങ്. കയരത്തിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുക. സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. കർത്താവിന്റെ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ഇപ്പോൾ വ്യാപരിക്കുന്ന കരത്തിന്റെ മേൽ തീ കത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ്. ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. The sickness spirit is bound and it's fire on your hands and it is being healed right now. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച ഒരു കൈ ചെക്ക് ചെയ്തേ. എന്തുവാണ് കൈക്കകത്തുണ്ടായ വ്യത്യാസം? ചെക്ക് ചെയ്തേ. കൈക്കകത്ത് എന്തുവാ വ്യത്യാസം? What is the difference now? എന്താ സംഭവിച്ചത്? What ചെക്ക് happened ചെയ്ത്. now? ഇപ്പൊ പ്രാർത്ഥിച്ചവര് മാത്രം മ്യൂട്ട് മാറ്റിക്ക്. പ്രൈസ് ലോർഡ് ബ്രദറെ, ആ എന്റെ കൈ ആണെങ്കിൽ അനക്കാനും ഷോൾഡർ മുതൽ കൈയുടെ വിരല് വരെയും ഭയങ്കര വേദനയാണ്. 3-4 ദിവസം കൊണ്ട് കൈയുടെ ഈ റെസ്റ്റിന്റെ അവിടെ എനിക്ക് ചെറിയൊരു മുഴ വരുന്നുണ്ടായിരുന്നു. അത് ഇപ്പം ബ്രദറെ, ഞാൻ ഇന്നലെ മുതലേ പ്രാർത്ഥിക്കുകയാണ് അതൊന്ന് ഭയങ്കര ഒരു ഹീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബ്രദർ രാവിലത്തെ അന്യഭാഷയിൽ കുറച്ചു നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഇന്നൊന്ന് തൊടണേന്ന്. ഭയങ്കരമായിട്ട് ഹീലായി. കൈ എനിക്ക് ഒരു സാധനം ഇങ്ങനെ എടുക്കാനും എല്ലാത്തിനും ഭയങ്കര പ്രയാസമായിട്ട് ഭയങ്കര ഭാരത്തെ ഇരിക്കുവായിരുന്നു ഞാൻ. ഇപ്പൊ എന്താണ് കൈ അങ്ങല്ല ഒരു എന്തോ ഒരു പൂ പോലെ ഭയങ്കര ഒരു ഫ്രീ ആയതുപോലെ ഒരു തണുപ്പ്. പ്രാർത്ഥിച്ച സമയത്ത് കയ്യിലൊരു നല്ലൊരു തണുപ്പ് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ ആ വേദനയില്ല, കടച്ചിലില്ല, ഒന്നുമില്ല. പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ഞരമ്പൊക്കെ അങ്ങ് വലിഞ്ഞിരിക്കുവായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീ ആയിരുന്നു. ഓ യേശുവേ. Her nerves were tightened. Now it is all freed. It looks like a flower now. കംപ്ലീറ്റ് ഹീൽ ആയിരിക്കുന്നു. Completely healed. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളെ കൈ ഒന്ന് ചെക്ക് ചെയ്തേ. Whoever prayed now, please check your hands. ഇന്ന് കർത്താവിന്റെ അത്ഭുത കരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുക. God's great hand is revealed on you. എന്തുവാ വ്യത്യാസം? ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥിച്ചവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. എന്തുവാ വ്യത്യാസം? Whoever prayed now, unmute and tell what is the difference now that you feel. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? അവര് മാത്രം സംസാരിച്ചേ. How many had prayed? Speak up. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്നെ അവിടെ സംഭവിച്ചത് 3 മാസമായിട്ട് കൈക്ക് രണ്ടിനും വേദനയായി. വലത്തെ കൈക്ക് എസ്പെഷ്യലി വേദന, തണ്ടയ്ക്ക് കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസം. പക്ഷെ ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ കൈ അനക്കത്തില്ലായിരുന്നു. മീൻസ് മൂവ് ചെയ്യുമ്പോഴെല്ലാം വേദനയായിരുന്നു. ഇപ്പൊ മൂവ് ചെയ്യുമ്പോൾ വേദനയില്ല. പൂർണ്ണമായി സൗഖ്യമായി.
പൂർണ്ണമായി 3 സൗഖ്യമായി. മാസമായിട്ടുള്ള വേദനയായിരുന്നു. 3 മാസമായിട്ട് കമ്പ്യൂട്ടറിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ പൂർണ്ണ സൗഖ്യം Another വലിക്കുന്നു. complete healing, പൂർണ്ണ സൗഖ്യം which തന്നെ. was sick for 3 months, is healing now. ഓ ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് എടുത്തു പറയാൻ കാരണം ആ ഹീലിംഗ് അഭിഷേകത്തെ റിലീസ് ചെയ്ത് അതുകൊണ്ടാ പറയാം, ചാടി പിടിച്ചോണം ഹീലിങ്ങിനെ. The healing anointing is being released here. ആമേൻ. അടുത്ത ആള് ചെക്ക് ചെയ്ത് Check your health, check your sickness. ബ്രദർ ആ എനിക്ക് 3-4 ദിവസം കൊണ്ട് എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ വയ്യായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇല്ല, ഇപ്പൊ വേദനയില്ല. 3-4 days the sister couldn't lift anything. ഭയങ്കര She had severe pain. പിന്നെ സഹോദരി പറയുവാണ്, കൈ ഉയർത്തി വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു, അതുപോലെ പെയിൻ ആയിരുന്നു. ഇപ്പൊ പ്രാർത്ഥനയിൽ യേശു തൊട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഹീൽ ആയിരിക്കുന്നു. Yeah, 3-4 days she couldn't even lift up a glass of water, but now completely healed. ഓ ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, അടുത്ത Holy ആള് Spirit. ചെക്ക് ചെയ്ത് Anyone else? താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, മറ്റാരെങ്കിലും? Holy Spirit. നിങ്ങൾ ആ സൗഖ്യം കളയരുതേ പ്രിയരെ. അസാധാരണമായ ഹീലിംഗ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ചാടി പിടിച്ചോണം. കാര്യം പരിശുദ്ധാത്മ എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. കൈക്കേളി ഉണ്ടായിരുന്നു, തോള് മുതൽ കുറച്ചു നാളായി അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഒന്നും കുറവില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കുറവില്ലെന്ന് പറഞ്ഞു. കൈ വെച്ച് സിസ്റ്ററെ കൽപ്പിച്ചോണം. കർത്താവ് ഈ രോഗത്തെ വഹിച്ചതാണ്. യേശുവിന്റെ നാമത്തെയാണ് കൽപ്പിക്കുന്നപ്പ ആ മകന്റെ കരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗശക്തിയെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുമുറി, ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. യേശുവിന്റെ നാമത്തിൽ ആ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. By the stripes of Jesus. ശാന്തി. വിട്ടുകൊടുക്കരുത് പ്രിയരെ, ഞാൻ പറഞ്ഞത് വിട്ടുകൊടുക്കരുത്. സൗഖ്യം യേശു മുറിവേറ്റ് ബ്രദർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പകരം യേശു നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ്. അതാണ് റിയാലിറ്റി. The truth is that Jesus took the infirmity on himself. By the stripes of Jesus we are healed. ബ്രദറിലൂടെ അത് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. We are just passing into you through the prayer. ഇതിന്റെ റിയാലിറ്റി യേശുവിന്റെ മുറിവാണ്. ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞേക്കുന്നത്. The truth is that Jesus, by the stripes of Jesus you are healed. ശമന കടധരിച്ച് എന്തോ ബ്രദർ 2 ആഴ്ചക്ക് മുമ്പ് സജീവ് എന്നൊരു പേര് പറഞ്ഞായിരുന്നു. സജീവിനോട് ചേർന്ന് നിൽക്കുന്ന എസ് എന്നുള്ളൊരു അക്ഷരത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ ഇങ്ങനെ എൻ്റെ മോന്റെ പിന്നെ മദറിൻലോയും ഫാദറിൻലോയും. അപ്പൊ ഇന്നലെ കാണാം സജീവ് എന്ന പേര്, ഷീല എന്ന വൈഫിന്റെ പേര്. ഇന്നലെ ഇങ്ങനെ യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് വലിയൊരു മുഴയുണ്ട്. അത് യൂട്രസിലല്ല, വയറിനകത്ത് ഭയങ്കര ഒരു മുഴയുണ്ട്. അതിന് ഇപ്പൊ ബയോപ്സിക്ക് അയച്ചിട്ട് വലിയൊരു ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞേക്കുക. അത് പൂർണ്ണമായിട്ട് മാറുന്നു. കർത്താവ് സിസ്റ്റർ അത് വെളിപ്പെടുത്തി, ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. കർത്താവ് അത് വെളിപ്പെടുത്തിയത് നിങ്ങളിലൂടെ അത്ഭുതം ചെയ്യാൻ വേണ്ടി കേട്ടോ. അവർ പറഞ്ഞ കർത്താവ് വിശ്വസിക്കുക, മുഴ ഓപ്പറേഷൻ ഇല്ലാതെ മാഞ്ഞു പോകും. കർത്താവിന്റെ അത്ഭുതം അവിടെ കാണുവാൻ തന്നെ ധൈര്യപ്പെടുത്തിക്കും. ഈ ആലോചനയിൽ നിന്നുകൊണ്ട് ആ ബലത്തിൽ അങ്ങ് പറഞ്ഞോണം, കർത്താവ് അവിടെ അത്ഭുതം ചെയ്യാൻ ഇടയായിത്തീരും. ആമേൻ. താങ്ക് യു ഹോളീസ്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളീസ്. ബാക്കി സാക്ഷ്യം നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കും സാക്ഷ്യങ്ങൾ. ഈ താഴെ അവർ കമന്റ് ചെയ്യുന്ന ആലോചനകളുമായിട്ട് ബന്ധപ്പെട്ടവരെ ഏറ്റെടുത്തോണേ. ആ കുടുംബത്തിൽ സഹോദരി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വെളിപ്പെട്ട ആലോചനയുടെ ബാക്കി പ്രാർത്ഥിക്കണം. പേരുകൾ വെളിപ്പെടും. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം വെളിപ്പെടുത്തും. ശ്രദ്ധിച്ചോണേ. ഇതിനുശേഷം ഞാൻ ചോദിക്കും സമയം പോലെ. Thank you, Holy Spirit. You got from the Lord, you have grafted in here. You pray again, God will reveal the further things to you. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത് ബെൻസൺ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാ. ബെൻസൺ. Pray for Benson, God says. It's a son. ആരാ ബെൻസന്റെ കുടുംബം? Who's Benson's family? മകനാരാ ഉള്ളത്? മകനുള്ളത്. Whose son is Benson? ഇന്ന് ബെൻസന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളത്തിൽ പറയുക. God is telling me to pray the son Benson. എന്നെ ആഗസ്റ്റ് മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. God is showing me August. അവന്റെ മൂത്ത മകനാ.
മൂത്ത മകൻ ജനിച്ചത് ആഗസ്റ്റിലാ. Benson's eldest son was born in August. ജൂലൈയില എന്ന് കർത്താവ് ബ്രദർ അവരുടെ ഓഗസ്റ്റ് വിവാഹം ഓഗസ്റ്റ് 20 ഒരു മിനിറ്റ്. ഓഗസ്റ്റ് 20 അവരുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഓഗസ്റ്റ് 20 വെഡിങ് ആനിവേഴ്സറിയാ ഈ ബെൻസന്റെ. അതെ ഓ ലോർഡ്, August 20th is Benson's wedding anniversary. ഇന്നൊരു കൺഫർമേഷൻ ആണത്. That's a confirmation from the Lord. ബെൻഷനെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ബെൻസനെ God is going to touch Benson. അവൻ ആള് മാറിയവനെ പോലെ ദൈവം എടുത്തു മാറ്റും. He'll be a changed person. അവനെ now on. കുരുക്കാന്ന് ചില ബന്ധങ്ങളെ കർത്താവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോവാ. God is going to cut off some relations. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പാ. In the name of Jesus, we break that relations. പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ കത്തുന്നല്ലോപ്പാ. The fire of the Holy Spirit is moving here. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഓ ലോർഡ് ജീസസ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കുക. സിസ്റ്റർ മ്യൂട്ടാണേ. വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കുക. God is showing me a place called Wycombe. ഞാൻ വൈക്കത്ത് ഇങ്ങനെ ആ സ്ഥലം കാണുന്ന സമയത്ത് When I see the Wycombe, ഞാനൊരു പ്രായമായ ഒരു മാതാവിനെ ഒരു ഭവനത്തിൽ കാണുക. I see an old mother in a house. ആ അമ്മ ആ ഒരു മാതാവിനെ ഞാൻ ആ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. I am seeing the mother in the courtyard. ഏത് കാലഘട്ടമാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല ശരിക്കും. I can't see the timing. ഞാൻ ആ ഭവനത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ When I enter that house, അതിന്റെ അകത്തേക്കൊരു മുറിയിലോട്ട് കയറുമ്പോൾ, അകത്ത് കയറിയിട്ട് വീണ്ടും അകത്തേക്കൊരു മുറിയിലോട്ട് കയറുമ്പോൾ when I enter first and then again enter to the inner room, ഇന്ന് ആ ഭവനത്തിന്റെ അകത്തോട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് when I stand there in the inner room, എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞ ഒരു ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരുക. God is asking me to pray for Bindu. ഇന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം എന്ന് പറയുന്ന സ്ഥലവുമായിട്ടുള്ള കണക്ഷൻ. അത് വൈക്കം നമുക്കറിയാം കോട്ടയത്തുള്ള. Where it is related in Wycombe. ആരാണോ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാം. God is going to send his work in that place. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ഏറ്റെടുത്തോണം, തകർച്ചകളെ ദൈവം എടുത്തു മാറ്റാൻ പോവാ. Receive the word that God is going to take away the destructions from that place. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ അത്ഭുത കരം എന്നവിടെ വെളിപ്പെടുവാ. Your mighty hand is being revealed here, Lord. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറയുക. If anyone is related to this, please speak up. 1971 ജനുവരി മാസം ജനിച്ച ഒരു വ്യക്തിയെ ഒരു ഭവനത്തിന്റെ അകത്ത് കർത്താവ് സ്പർശിക്കുക. God is going to touch a person 1971 January. ആ വ്യക്തിയെ തൊടുമ്പോ തന്നെ ആ ഭവനത്തിന്റെ അകത്ത് പെൺ തലമുറയുടെ മേലൊരു വിടുതൽ സംഭവിക്കാൻ പോവാ. While God is touching this person 1971 January, the girl child also is being delivered in that place. എന്തോ ബ്രദർ, ഇവിടെ എന്റെ വീട്ടിലിപ്പം ഒരു ചേച്ചിയും ചേട്ടനും കൂടെ വന്നു. ആ ചേച്ചിയുടെയാണ് 1971 ഡേറ്റ് ഓഫ് ബർത്ത്. അവരുടെ പെൺ തലമുറയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇന്ന് പെൺ തലമുറയുടെ മോളുണ്ട്. God is going to touch the girl child of that family who visited this sister. ഇന്ന് കർത്താവിന്റെ അത്ഭുത മകളുടെ വീട്ടിൽ വെളിപ്പെടാൻ കൂടി കേട്ടോ. God is revealing his miracle over there. ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് 7.5 വർഷമായിട്ട് വ്യാപരിക്കുന്ന ഒരു പ്രതിസന്ധി. They had a difficulty which was spreading for 7.5 years in their നിങ്ങള് family. എന്റെ ഉള്ളത് കർത്താവ് പറഞ്ഞ് പലപ്പോഴും തല ഉയർത്തി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഉയരാൻ കഴിയുന്നില്ല. ബ്രദറെ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7.5 വർഷമായി. ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം
ഓ 7.5 വർഷമായിട്ട് They are മോളെല്ലാം going കഴിഞ്ഞിട്ട്. through a difficult, അതെ, yeah, they are മോക്ക് going through a അലർജി difficult രോഗമുണ്ട്, ഒരു situation. മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓ. ഏതാ My സിസ്റ്ററെ? girl child has a severe issue. പക്ഷേ എന്റെ മോക്ക് നടുവേദന, അലർജി രോഗമുണ്ട്. ഞാൻ ഇന്ന് മുന്നിരുന്ന് കരഞ്ഞ് എന്റെ ഈശോപ്പനോട് പ്രാർത്ഥിച്ചത് എന്റെ മോളെ രോഗം സൗഖ്യമാക്കണേ എന്ന് ഞാൻ ഓ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. സിസ്റ്ററെ, സഹോദരി പ്രാർത്ഥനയിലുള്ള ആളാണോ? ഞാൻ അല്ല ബ്രദറെ, ഇപ്പം ബൈ ചാൻസിൽ ഇങ്ങോട്ട് വന്നതാ. കണ്ടോ, ഇത് വലിയൊരു അത്ഭുതമല്ലേ? കണ്ടോ, സ്മിതാ സിസ്റ്ററുടെ വീട്ടിലോട്ട് വന്ന ഗസ്റ്റ് ആയിട്ട് വന്നവരാണ്, അവരോടാണ് കർത്താവ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊല്ലത്ത് പ്രയറിൽ ചേച്ചി വന്നായിരുന്നു. മോനിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പറഞ്ഞ് അരുൺ എന്നുള്ള പേര് ഇതുവരെ വെളിപ്പെടുത്തിയായിരുന്നല്ലോ ഉം. കൊല്ലം മീറ്റിംഗില്. കൊല്ലം മീറ്റിംഗിന്റെ അകത്ത്. ആ സഹോദരിയാണത്. ഓ, ഇന്ന് കർത്താവ് തോട് കൊണ്ടുവന്ന് വിസിറ്റിങ്ങിന് വന്നതാണ്. പക്ഷെ ഇന്ന് കർത്താവ് ആ മോളുടെ വിഷയത്തെ തമ്പുരാൻ 7.5 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളാ. എന്നാ പിശാചിന്റെ പ്രവൃത്തിയാലാണത് സംഭവിക്കുന്നത്. കർത്താവിനുള്ളത്തിൽ പറയുന്നു, ഇന്ന് ആ വിഷയം അഴിഞ്ഞു മാറാൻ വേണ്ടി പോവാം. സിസ്റ്ററെ, പുഷ്പസിസ്റ്ററെ കട്ടായി പോയോ കേട്ടോ, മ്യൂട്ടായി പോയി. ഇന്ന് വിഷയത്തിന്റെ മേൽ God is saying that today the problem is getting, ഇന്ന് കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടാൻ വേണ്ടി പോവാം. God's miracle is happening today. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. In the name of Jesus Christ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. a big work of the Holy Spirit is getting revealed നന്ദി here. കർത്താവേ, നന്ദി കർത്താവേ. 7.5 years of allergy is getting removed from that girl's body. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു. Mind it, these people have come as a guest to the sister's house, and that is when Jesus is revealing this word. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തിലേക്ക് പിന്നെ അയക്കുക. Again God is sending me to another place. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാം. God is sending his mighty work into that house. ഇച്ചിരി പഴയ ഒരു ആധാരമാണ് എന്നെ കാണിക്കുന്നത്. I am seeing a old document of house. ഇന്ന് ഞാൻ ആധാരത്തിന്റെ അകത്ത് In the deed, ഞാൻ ഔസേപ്പ് എന്ന് പറഞ്ഞൊരു പേര് ആധാരത്തെ കാണും. പഴയ ഒരു ആധാരമാണ്. I see that old deed has a name of Ausef. ഇന്ന് ആധാരത്തിന്റെ അകത്ത് പഴയ ഒരു കാലഘട്ടം എന്നെ കാണിക്കുന്നത്. It's a very old deed. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു കുരുക്ക്. There is a big entanglement related to that place. നെക്സ്റ്റ് ജനറേഷനിലേക്ക് വന്നിട്ടും അത് ഫോളോ ചെയ്യുന്ന ഒരു തടസ്സം, ഒരു പ്രതിസന്ധി. It's a problem that follows to even the next generation. ഇന്ന് ഇവിടെ ബ്രേക്ക് ആകുക. Today it is being broken. ആരുടെയാണോ ആധാരം, whoever is the owner of that particular deed, ഇന്ന് ചിലപ്പോ അതിന്റെ പേര് മാറിയേക്കാം ചിലപ്പം, പക്ഷെ ഇത് പഴയ ആധാരമാണ് ഞാൻ കാണുന്നത്. maybe that name would have changed now, but it is a very old deed. ഇന്ന് ആ വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. God's work, mighty work is being revealed in that house today. In the name of Jesus. ആരാണോ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. Whoever it is, say amen and receive it. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട്? പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, ആ ബ്രദറെ, വൈക്കത്തു നിന്നുള്ള ബിന്ദുവിന്റെ കാര്യം പറഞ്ഞില്ലേ ബ്രദറെ? സ്തോത്രം. അത് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണത്. 7 കീമോ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഓ, ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ കേട്ട വീട് അവരുടെ വീടാണോ? അതല്ല ബ്രദറെ, വൈക്കം ബിന്ദു എന്ന് പറഞ്ഞ. അതാ പറഞ്ഞത്, വൈക്കത്ത് പറഞ്ഞ വീടാണോ? അതെ അതെ അതെ. ഓ യേശുവേ. കീമോ 7 കീമോ കഴിഞ്ഞിപ്പോ. സിസ്റ്റർക്ക് എങ്ങനെ അറിയാം അവരെ? അവരെ എന്റെ അടുത്ത വീട്ടിലെ പിന്നെ ഒരു കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. ഓ എന്റെ കർത്താവ്, ഇന്ന് അവർക്ക് വേണ്ടി 2 ദിവസം മുമ്പും കൂടെ അതിന്റെ വിവരം ഞാൻ ചോദിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടി. അയ്യോ, കർത്താവ് വിടിവിക്കാൻ റെഡിയാ കേട്ടോ. കർത്താവ് ക്യാൻസർ മാറ്റുവാൻ റെഡിയാ കേട്ടോ. എന്നോട് കർത്താവ് പറഞ്ഞതാണ്, വൈക്കത്തുള്ള ഈ ഭവനം ഞാൻ കാണുന്നു, അതിന്റെ അകത്ത് ബിന്ദുവിനെ കാണുന്നു.
എന്ന് കർത്താവ് പറഞ്ഞത്. ബിന്ദു God ബിന്ദു said, അത് God തന്നെ said, ബിന്ദു I am ആണ്. seeing the house in Vaikam, and inside that room, I saw Bindu, and Bindu had cancer, and God is ready to അവർക്ക് heal that. നോക്കിക്കേ, പിന്നെ അപ്പൊ അത് ബിന്ദു ക്യാൻസർ അല്ല, ക്യാൻസറുമായിട്ട് പിശാച് കയറിയിരിക്കുന്നതാ. It was not the sickness cancer, it is the devil of cancer. അവരോട് ഈ ദൂത് പിടിച്ചോണ്ട്, ഈ പ്രവചന ആലോചന പിടിച്ചോണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ക്യാൻസർ തകരും, അവർ ജീവിക്കും കേട്ടോ. Hold ആമേൻ this ആമേൻ message, ആമേൻ hold this prophecy, and pray for them, and the spirit will be broken. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പാ ഒരു ഹീലിംഗ് അനോയിന്റിങ്ങിനെ പകർത്തി വിടുന്നപ്പാ ആ വ്യക്തിയുടെ മേലേക്ക് പരിശുദ്ധാത്മാ പ്രിയമകള് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തെ ജയിക്കുന്ന ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. We transfer, we release this healing anointing to the sister. ഈ അഭിഷേകത്തോടു കൂടെ പോവുക. Go with this anointing to Bindu. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. പറഞ്ഞു. കേട്ടില്ല. ആധാരത്തിൽ ഔസേപ്പിന്റെ പേര് കാണുന്നെന്ന് പറഞ്ഞേ. അതാ നമ്മുടെ ആധാരമാണോ? എന്റെ മോന്റെ പേരിലുള്ള ആധാരത്തില് അവരുടെ പറമ്പിൽ കൂടെയാണ് ഞങ്ങൾക്ക് വഴി തന്നിരിക്കുന്നത്. ആ ഇതിലാണ് ഔസേപ്പിന്റെ സ്ഥലത്തൂടാണ് ഞങ്ങൾക്ക് വഴി തന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ആധാരത്തില് ഔസേപ്പിന്റെ പേരുണ്ട് ബ്രദർ. അത് ഞാൻ ഏറ്റെടുത്തോട്ടെ? അതായത് ഈ ആധാരം എന്നുള്ളത് നമുക്ക് വഴി തന്നവരുടെയാണ്. അതെ അതെ അതെ, നമുക്ക് വഴി തന്നിരിക്കുന്നത് ഇവരുടെ പറമ്പിൽ കൂടെയാണ് നമുക്ക് വഴി തന്നിരിക്കുന്നത്. ഇവര് വിഷയമാണ് നമുക്ക്. അതെ, വഴി തന്നിരിക്കുന്ന അവരുടെ ഇതിലാണ്. അവത്തിൽ ഔസേപ്പെന്ന് പേരുണ്ട്. എന്റെ ദൈവമേ, എന്നാ കുരുക്കാട്ട് കിടക്കുന്ന അടിയാൻ വേണ്ടി പോട്ടോ. ആമേൻ ആമേൻ ആമേൻ. ഞാൻ ഏറ്റെടുക്കുക. ആമേൻ. എന്തോ സ്തോത്രം സ്തോത്രം. ആമേൻ പഴയ ആമേൻ. ആധാരമെന്നല്ലേ പറഞ്ഞേ. എന്റെ അപ്പന്റെ പേര് ഔസേപ്പെന്നായിരുന്നു. അവർക്ക് വസ്തുപരമായിട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ അപ്പന്റെ സഹോദരങ്ങളും എല്ലാം ഭയങ്കര കോൺഫ്ലിക്റ്റിലാണ്. ഒരു എന്താ നമുക്ക് മനസ്സിലാകാത്ത പ്രോബ്ലംസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നത്? നമ്മളെയും നമ്മുടെ പിള്ളേരെയും പുറകെ നടന്ന് ആരോ പർപ്പസ്ലി ഉപദ്രവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇത് സിസ്റ്റർ, ഈ പിതാവിന്റെ കാലത്ത് തുറന്നു കൊടുത്ത ഒരു ഡോറാണിത്. ഈ ഡോറിലൂടെ ഈ പിതാവിന്റെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ പിതാവ് ചെയ്തു. പേര് വിളിച്ച് എങ്ങാണ്ട് കിടക്കുന്നവരുടെയൊക്കെ പറയുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. Which is following even after so many 2 generations and still bothering this family. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ പിതാവിലൂടെ കയറി കൂടിയ ഈ വിഷയം, the subject which entered through the grandfather Joseph, ഈ ബാധ ആ സ്ഥലത്തിന്റെ മേൽ വ്യാപരിച്ച് this spirit was transferred through that land. ഞാൻ ഇന്ന് ഡോർ അടച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. I close the door now. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അപ്പൊ ഔസേപ്പിന്റെ പേര് പറഞ്ഞ് കയറിക്കൂടി ഔസേപ്പ് പോയിട്ടും ഇന്ന് ആ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടോ സിസ്റ്ററെ, അതോ ജീവനുണ്ടോ ആള്? മരിച്ചുപോയി. അത് എന്റെ ഫാദറിന് 25 വയസ്സുള്ളപ്പോ ആ ഫാദർ മരിച്ചുപോയി, ഗ്രാൻഡ് ഫാദർ. പിന്നെ എന്റെ ഫാദർ എനിക്ക് 26 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. കണ്ടോ? അപ്പൊ ഇതെല്ലാത്തിന്റെയും ഹസ്ബൻഡ് എന്റെ മൂത്ത മോൻ 26 വയസ്സുള്ളപ്പോ. കണ്ടോ സിസ്റ്റർ? ഇപ്പൊ മനസ്സിലായോ? This house has a problem. When the son was 26, grandfather died. Then the husband was 26. This next one died, and her son was 26, and her husband died. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ കാരണം മനസ്സിലായോ? എവിടുന്ന് തുടങ്ങിയെന്ന്? Do you understand where the problem lies? ഔസേപ്പിൽ തുടങ്ങിയ പരിപാടിയായത്. The problem started with Joseph. ഫസ്റ്റ് ടൈം ഞാൻ പ്രേയറിന് കയറിയപ്പോ ബ്രദർ ഔസേപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് ഇത്ര ഒന്നും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങള്? ബാക്കി എല്ലാ സഹോദരങ്ങളെ ഒരു മിനിറ്റ് ബാക്കി എല്ലാ സഹോദരങ്ങളെ ഒന്ന് മയക്കി. ഞാൻ ഇവരുടെ വിഷയമാണ്. ഇപ്പൊ ഇനി വേറെ ആരും അത് പിടിക്കണ്ട. ഇത് ഇവരുടെ വിഷയമാണിത്.
ഈ ഔസേപ്പ് എന്നുള്ള വിഷയം ഇവരുടെ വിഷയമാണ്. ആ സ്ഥലത്തെ നമ്മളിപ്പം അതിന്റെ ഡോർ അടയ്ക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിലെ വിഷയം നിങ്ങൾ കണ്ടോ? അവരെ ആയുസെത്താതെ പെടുമരണങ്ങൾ വിതച്ച വിഷയമാണ് ഇപ്പൊ നമ്മളിത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്നേ, വളരെ സീരിയസ് ആയിട്ടിരുന്നേ. 26-ാം വയസ്സിൽ തലമുറ നഷ്ടപ്പെട്ടു, പിതാവ് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആ വസ്തുവിന്റെ പേരിൽ കയറിക്കൂടിയ ബാധയുടെ ഉപദ്രവമാണത്. Her spirit had entered their family when through that 26-year-old people were dying. നിങ്ങൾ ഈ സമയത്ത് മ്യൂട്ട് മാറ്റി അലക്ഷ്യമായിരിക്കാതെ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, പിശാചിന് ഇടം കൊടുക്കരുതേ. Do not give place to the devil, please. വളരെ സീരിയസ് ആയിട്ടിരിക്കും. ഞാനിത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോസ്റ്റേ. Be serious. ഞാൻ കേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഔസേപ്പിന്റെ പേരിൽ കേറി വന്നതിനെ, ഇന്ന് തലമുറകൾ മരണം വിതച്ചതിനെ, ആ പാതയെ പിടിച്ചു കെട്ടുന്ന യേശുവിന്റെ നാമത്തിൽ. We bind that force of death in the name of Lord Jesus Christ. മരണമേ, നിന്റെ ശരീരത്തെയും നിന്റെ കേറി വന്ന രൂപത്തെയും ആത്മാവിൽ അതിനെ വെട്ടിവിടുന്നപ്പ തീ കൊണ്ട് ഞങ്ങൾ ആ ചുറ്റുമതിലെ പൊതിയുന്നപ്പ ഞങ്ങളതിനെ ബൈൻഡ് ചെയ്യുന്ന ഫയർ കൊണ്ട് യേശുവിന്റെ നാമത്തിൽ. ആ ബാധ ഒഴിഞ്ഞ് സമാധാനം വാഴട്ടെ അവിടെ. പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ കത്തിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണമേ. ബ്രേക്ക് ആയതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇനി ആത്മാവിൽ ബലപ്പെട്ട് കേറിക്കോണം. ഇനി ഒരു അനർത്ഥം അവിടെ വിതയ്ക്കാതെ നിങ്ങളെ കർത്താവ് സൂക്ഷിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പ്രവചനപരം വാഞ്ചിപ്പ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ? കണ്ടോ, ഇപ്പൊ മനസ്സിലായ? സഹോദരി പറഞ്ഞു, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരവിടെ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല. They were praying, they did not do any wrong to anyone, but they didn't know what the problem was. പക്ഷെ ദൈവാത്മാവ് തന്റെ പ്രവചനാത്മാവിലുള്ളത് വെളിപ്പെടുത്തിയത് കണ്ടോ? But God revealed it through prophecy, you see. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടിരിക്കും പ്രിയരെ. Be serious, people. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Everybody keep praying. പരിശുദ്ധാത്മാവ് ബൗണ്ടറികളെ ഇന്ന് ബ്രേക്ക് ചെയ്യുക. Holy Spirit is breaking those boundaries. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആഗസ്റ്റ് 14-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ വ്യക്തിക്ക് അവിടെ തന്നെ ഞാൻ ജെ എന്ന് പറയുന്ന അക്ഷരം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണുക. ജെ. God is showing me a person who was born in August 14 with starting with J. ആരുമായിട്ടാണ് അത് ബന്ധപ്പെട്ടത്? ഇപ്പോൾ തന്നെ കർത്താവിൻ സിസ്റ്ററെ, ഓഗസ്റ്റ് 14 ജെ എന്ന് പറയുന്ന അക്ഷരമാണ് എന്നെ കാണിക്കുന്നത്. ജെ, അതിന്റെ ആരംഭം. ഇന്ന് കർത്താവിന്റെ ഈ പ്രീതി സുരേഷ് സിസ്റ്ററെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണമേ. കുറേ നേരമായിട്ട് ഞാൻ മൈക്ക് സിസ്റ്ററെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും മ്യൂട്ട് മാറ്റി വർത്താനം പറയുവാണല്ലോ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങളുടെ സ്ക്രീനിൽ മൈക്ക് മ്യൂട്ട് ആണെങ്കിൽ അത് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചന സൂമിലുള്ളവർക്കാണ് സംസാരിക്കേണ്ടതെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് പറയാം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ലോർഡ് ജീസസ്. ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കർത്താവ് ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. പറഞ്ഞു ആരാ പറയാൻ വന്നത്? പേരെന്തുവാ സിസ്റ്റർ? ഓഗസ്റ്റ് 14. സിസ്റ്റർ ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ടല്ലോ സിസ്റ്റർ. ഓഗസ്റ്റ് 14 പേരിന്റെ ആരംഭം ജയിൽ ആരംഭിക്കുന്നതാണ്.
ഉം. Praise the Lord. ആ പേര് ജോസ്. ജോസ്. ജനിച്ചതോ? ഓഗസ്റ്റ് 14th. ആരാ ദിവസോടെ? എന്റെ ബ്രദർ. ബ്രദറാ? Her brother is Jose, born on August 14. ഇന്ന് കർത്താവ് ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം തരുക. God is asking me to pray for that person. ദൈവത്തിന്റെ Praise the Lord. പറഞ്ഞു. എന്റെ പേര് ജസ്ന. ഉം. ഞാൻ ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14. The sister is Jasna, born on August 14th. ഇപ്പൊ 2 പേര് വന്നു അല്ലേ? So there are 2 people now, Jay. റസൂഷ ബനാല കസിയാന്തിരി. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ Again, I'm praying in the name of Jesus. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നില്ലപ്പോ. Lord's mighty hand is being revealed now. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നില്ലപ്പോ. Mighty hand is being revealed now. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. The name of Jesus Christ. കർത്താവ് ഇന്ന് ദൈവം ഈ വ്യക്തികളെ തൊടുന്നല്ലപ്പോ. Thank you, Lord, for touching them. ഇതിന്റെ അകത്ത് ലിസമ്മ എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓഗസ്റ്റ് 14 ജെയുമായിട്ട് ബന്ധപ്പെട്ട് ലിസമ്മ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ളതാരാ? അത് ഏത് വ്യക്തിയാ? ലിസമ്മ. Who is connected to the J, August 14 and Lisamma? ഇനി ലിസമ്മ എന്നുള്ളത് ആ വ്യക്തിയുടെ വിളിപ്പേരായിരിക്കാം, ചിലപ്പോ അതിന്റെ ഒറിജിനൽ നെയിം ലിസ എന്നായിരിക്കാം. ബ്രദർ എന്റെ പേര് ലിസി. ലിസമ്മാന്നില്ല, ലിസി. ഇതാരാണ് ഈ സൗണ്ട് വെള്ളം വെക്കുന്നത്? ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കുക. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ Please വലിയ be പ്രവൃത്തി. careful. Holy Spirit is revealing His work. Please be careful, people. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈവച്ച്. Whoever is sick today, lay your hands on the sick place. ഇന്ന് കർത്താവേ, ഇന്ന് ആ വേദനയുള്ളവര്, രോഗമുള്ളവർ എല്ലാവരും കൈയെടുത്ത് വെച്ച്. Whoever has pain, whoever has sickness, lay your hands on that people. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്ക് ഈ വരുന്ന സാറ്റർഡേ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വരുന്ന സാറ്റർഡേ നമുക്ക് ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് പോസ്റ്റർ. ഈസ്റ്റ് ഹാമിൽ ജൂലൈ 21st prayer. നമുക്ക് പ്രാർത്ഥന നടക്കുന്നു. അന്യഭാഷ പറയുമ്പം ഇതും കൂടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. When you pray in tongues, bear this subject as well. യു കെയിലുള്ളവര് പങ്കുചേരുക. ഭയങ്കര ഒരു വലിയൊരു ഇമ്പാർട്ടേഷൻ സർവീസും അവിടെ വെക്കുന്നുണ്ട്. Whoever is in UK, partake in it. There will be an impartation കർത്താവിൽ service. ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, If you want to be used of the Lord, കർത്താവിലുള്ള കൈവപ്പ് ശുശ്രൂഷ അവിടെയുണ്ട്. if you want to be laid hands on, ആഗ്രഹിക്കുന്നവർ പങ്കുചേരുക. come. Whoever intends to do that. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്. Whoever wants us healing, lay your hands on. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Holy Spirit. കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ ആ വേദന, In the name of Jesus, I ആ command. മുഴകൾ, തേയ്മാനങ്ങൾ, കാഴ്ചയില്ലായ്മകൾ, കേൾവിയില്ലായ്മകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ദൈവരാജ്യം പ്രസംഗിപ്പാനും മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചത് ഉയർക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹീലിംഗ് പവറിനെ റിലീസ് ചെയ്യുന്നു. ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യുന്നു. അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നല്ലോ. ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ്. The power of the healing is moving. ആ ശരീരത്തിൽ കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മുഴ ചുങ്ങിപ്പോകുന്നു, ആ വേദനകൾ മാറിപ്പോകുന്നു, ആ രോഗശക്തികൾ ഇറങ്ങിപ്പോകുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി ആ ശരീരത്തിന്റെ മേൽ പ്രൊജക്റ്റ് ആവുക. God's kingdom power is moving. Healing in the name of Jesus Christ. Healing in the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. In the name of Jesus. Amen. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പെട്ടെന്ന് ചെക്ക് ചെയ്ത് ദേഹത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം ലഭിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ശരീരത്തിന്റെ മേലെ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റിയാട്ടെ.
Whoever has a complete healing in their body, unmute and speak up. പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞൊരു മാത്രം, ആശ്വാസമല്ല, Whoever അത്ഭുതം. has a complete healing. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വോത്രം പാസ്റ്റർ. പറഞ്ഞോ. ഞാൻ ഇന്നലെ പറഞ്ഞിക്കല സുരേഷും പേര് പറഞ്ഞിട്ട് 1 മാസം 21 പാസ്റ്റർ. ഇന്നലെ പറഞ്ഞ നമ്പരുമായിട്ടാണോ സിസ്റ്റർ അത്? അത് തന്നെയാണോ? 1 മാസം 21 പാസ്റ്റർ. അത് തന്നെയാണോ പറഞ്ഞ ആലോചന? അത് തന്നെയാണോ? അത് തന്നെ പാസ്റ്റർ. അത് ഏറ്റെടുത്ത് കേട്ടോ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. ശരി പാസ്റ്റർ. God bless you. This is about the thing that was revealed yesterday, January 24. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ സ്തോത്രം. പറഞ്ഞു. ആദ്യം ഒരു ആലോചന പറഞ്ഞ തങ്കച്ചൻ ഓമന എന്ന് പറഞ്ഞ എന്റെ ബന്ധത്തിൽ ആകുന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സിസ്റ്ററും ബ്രദറും ആണ്. അവർക്ക് രണ്ടുപേർക്കും തലമുറകളില്ലാതെ അവർ ഭാരപ്പെടുന്ന വ്യക്തികളാണ്. അപ്പൊ അത് ഏറ്റെടുക്കാമോ? ഏറ്റെടുത്തു. ഒരേ ആലോചന ഒരേപോലെ വന്നിട്ടെടുത്തു കേട്ടോ. ഒരു വീട്ടിലുള്ള ആണ്ട് ഏറ്റെടുത്തു. ആങ്ങളെയും അവർക്ക് രണ്ടുപേർക്കും തലമുറകളില്ല. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ വീട് കേട്ടോ. ആമേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അതുകൂടാതെ നാളെ രാവിലെ വീണ്ടും 10:30 പോലെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവര് പങ്കുചേരുക. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. ഇന്ന് രാത്രിയിലും അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം 3 മണിക്ക് രാത്രിയിൽ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ ഇടയായിത്തീരും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നല്ലോ. ശക്തനായവൻ നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കും നിർത്തിയതുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാലേ ഉണ്ടാകത്തുള്ളൂ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞോട്ടെ. Believe that you have received and give thanks to the Lord. Mighty things God has done in your midst. ഗോഡ് ബ്ലെസ് യു. നമുക്ക് എല്ലാവരും ഏറ്റു പറഞ്ഞോട്ടെ. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറഞ്ഞോട്ടെ.